ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ താരയും ശാരിയും സരയും കണ്ടുമുട്ടാണ്. ആ സമയത്ത് വേഗം ചെന്ന് താര സരയുടെ കവിളിങ്ങനെ തൊടാൻ നോക്കുന്ന സമയത്ത് കൈ തട്ടി തെറിപ്പിക്കുകയും അപ്പോൾ ഇതെൻ്റെ മകളാണെന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ മകളേടി ഞാനാവാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശാരിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ ആദ്യം നിൽക്കുകയാണ്. അതേ സമയത്ത് നീ പോടി, നിൻ്റെ മകളല്ലടി, ഇത് ഹോസ്പിറ്റൽ ഐഡിയ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ വെച്ച് അടിച്ചതിന് ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ശാരി പറയുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ മോളുടെ പിന്നാലെ നടക്കുന്ന, നീ ഇറങ്ങിപ്പോടി എന്നൊക്കെ പറഞ്ഞിട്ട് ശാരിയും താരയെ വഴക്ക് പറയാണ്. അങ്ങനെ അവരവിടെ നിന്നും പോകുന്നുണ്ട്. താരയാണെങ്കിൽ അകത്തേക്കും പോവുകയാണ്. ഇതേ സമയത്താണെങ്കിൽ അകത്ത് രാഹുൽ കിടന്ന് വീർപ്പ് മുട്ടിയിട്ട് ബോറടി മാറ്റാൻ വേണ്ടി ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ താര അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ താര ഓടിച്ചെന്ന് രാഹുലിൻ്റെ കുത്തനെ പിടിക്കുകയും എൻ്റെ മകളെ തായോ എന്നൊക്കെ പറയുകയാണ്. അതേ സമയത്ത് തന്നെ അവിടേക്ക് മനുവിൻ്റെ ഭാര്യയാകാൻ പോകുന്ന നിഷയും അമ്മയും കൂടി അവിടേക്ക് വരികയാണ്. അപ്പോൾ മനു ഈ ഒരു കാഴ്ച കാണുമ്പോൾ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വേഗം തന്നെ രാഹുലിൻ്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രാഹുലിനെ താരയുടെ കയ്യിൽ നിന്നും വേർപിടിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തായി കാണിക്കുകയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകളാണ് സാരു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകളെ തായോ എന്ന് പറഞ്ഞ് വീണ്ടും നമ്മുടെ മനുവിൻ്റെ കുത്തിനും താര പിടിക്കുകയാണ്. ആ സമയത്ത് അവരെയും തട്ടി മാറ്റി മനു അങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ശാരിയും സരയും അവിടേക്ക് വരാണ്. അപ്പോൾ ആ സമയത്ത് ഇവരിവിടെയും വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം സായി കേട്ട് നമ്മുടെ സരയും താരയുടെ മുഖത്തടിക്കുന്നുണ്ട്. അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ താര അവിടെ നിന്നും പോവുകയാണ്. ശാരിയും ഇറങ്ങിപ്പോടി എന്നൊക്കെ പറയാണ്. ആ സമയത്ത് എല്ലാം കഴിയുമ്പോൾ ശാരിയാണെങ്കിൽ പറയുന്നുണ്ട് രാഹുലിനോടായിട്ട് കയറിപ്പോടോ എന്ന് പറയാണ്. അപ്പം അമ്മ എന്തിനാ അച്ഛനോട് ദേഷ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അച്ഛനല്ലേ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശാരി അങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ മനു പറയാണ്, ഞാൻ എന്നാൽ പുറത്തോട്ട് പോയിട്ട് വരാൻ മോളെ. ഇപ്പം മനുവായിട്ട് ഒരു പ്രാവശ്യം പുറത്ത് പോയതിൽ ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ പരിചയക്കാരെ കണ്ടപ്പോൾ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഒരു കാഴ്ച കണ്ടത്, കുത്തനെ പിടിച്ചിട്ടുള്ള ഇവിടെ ഒരു പിടിയും വലിയും കണ്ടത്. അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ ഞാൻ അവൾക്ക് 2 അടി കൂടുതൽ കൊടുത്തേനെ എന്നൊക്കെ നമ്മുടെ സരയും പറയാണ്. അതിനുശേഷം ഞാൻ പോയിട്ട് വരാം, മുളകത്തോട്ട് പൊക്കും, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വേഗം തന്നെ മനു നിഷയുടെയും അമ്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവരാണെങ്കിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താ റോണിയായിട്ട് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് ഒരാളാണ് എൻ്റെ കമ്പനിയിൽ, ഇവിടുത്തെ കമ്പനിയിലെ മാനേജറായിരുന്നു, അയാളൊരു തീരുമാനം നടത്തിയപ്പോൾ ഞാൻ അയാളെ പറഞ്ഞയച്ചതാണ്. അതിനുശേഷം അയാൾക്ക് ഭ്രാന്തായി കുറച്ച് നാൾ മെൻ്റൽ ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ ആരോ തലക്കടിച്ചു. അപ്പോൾ സെക്കൻഡ് ഭാര്യയാണ് വന്നിട്ടുള്ളത്. അവർ ഇങ്ങനെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്. അയാൾക്കൊരു മകളുണ്ട്. അവളാണെങ്കിലും തലയ്ക്ക് ഇത്തിരി സുഖമില്ലാത്തത് തന്നെയാണ്. അവളെ ഒരു ചെക്കൻ സ്നേഹിച്ചിട്ട് അവളെ ചതിച്ചു പോയതാണ്. മനോഹർ എന്നാണ് അയാളുടെ പേര്. അത് കാരണം ഇപ്പോൾ ആരെ കണ്ടു കഴിഞ്ഞാലും മനുവേട്ട എന്ന് വിളിച്ചു വരും. ഇപ്പം തന്നെ എൻ്റെ അരികിലേക്കും വന്നായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ നിഷ പറയുകയാണെങ്കിൽ അവരായിട്ടൊന്നുള്ള സഹവാസമൊന്നും വേണ്ട മനുവേട്ടൻ എന്നാൽ പൊക്കോ എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ പൊക്കോ, ഞാൻ പൊക്കോണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിഷയും നിഷയുടെ അമ്മയും കൂടി അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം മനു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവളുമായി പോണ സമയത്ത് സരയും എങ്ങാനും മനുവേട്ട എന്ന് വിളിച്ച് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് നന്നായി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പ്രകാശിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പ്രകാശിൻ്റെ ഫോട്ടോ മൊബൈലിൽ വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ പ്രകാശിനെ കാണിക്കുന്നുണ്ട്. പ്രകാശൻ വീട്ടിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയ പോലെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പ്രകാശന് കോടതിയിൽ വെച്ച് അറ്റാക്ക് വന്ന സമയത്ത് കല്യാണി പറഞ്ഞില്ലേ, ഇയാൾക്ക് ഇങ്ങനെ അറ്റാക്ക് വരുമ്പോഴായിരിക്കും ഇയാൾക്ക് ഹൃദയമുണ്ടെന്ന് മനസ്സിലാകുന്നത് എന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ തന്നെ ഓർത്തുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്ത പോലെ തൻ്റെ മൊബൈലെടുത്ത് പോക്കറ്റിലിട്ട് നേരെ കല്യാണിയുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് ദീപയാണ്. അപ്പോൾ എന്ത് വേണം, ആരെ കാണാൻ വന്നതാ എന്നൊക്കെ ദീപ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ നിന്നെ കാണാൻ തന്നെ വന്നതാണ്, ഞാൻ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് നീ എന്നെ കാണാൻ പോലും വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തിനു ഞാൻ വരേണ്ട ആവശ്യം, എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ലല്ലോ, നിങ്ങൾ എന്നെ ഭാര്യയായിട്ടും കണ്ടിട്ടില്ല, പിന്നെ എന്തിനാ ഞാൻ വരേണ്ട ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് തന്നെ അവിടേക്ക് കല്യാണി വരാണ്. അപ്പോൾ കല്യാണി ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നുണ്ട്, ഞാൻ ഇവിടേക്ക് വന്നത് മോളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഓരോ കുത്തുവാക്കുകളൊക്കെ കൊണ്ട് തന്നെ ദീപ വേദനിപ്പിക്കുന്നുണ്ട് പ്രകാശനെ. നിങ്ങൾ ഇങ്ങനെ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട, ഇങ്ങനെ ഒരു മകനെ എനിക്ക് വേണ്ട, അവൻ്റെ 2 ചെറുപ്പക്കാരുടെ തലയാണ് തല്ലി പൊട്ടിച്ചത്, എനിക്ക് ഇങ്ങനെ ഒരു മകനെയും വേണ്ട, അതുപോലെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആക്കിയ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ, അങ്ങനെ ഒരു അമ്മായിമ്മയെ എനിക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ ദീപ വളരെ ദേഷ്യത്തോടു കൂടിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമുണ്ട്. അതുപോലെ തന്നെ പ്രകാശൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കണം,
നിങ്ങളുടെയൊക്കെ തകർച്ചയാണ് എനിക്ക് കാണേണ്ടത് എന്നുള്ളൊരു പകയോട് കൂടി തന്നെ അവരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്